അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ദുഃഖകരമായ ഒരു കാര്യം പറയട്ടെ. വേറൊന്നുമല്ല, എൻ്റെ ഉപ്പാൻ്റെ അനുജൻ്റെ ഭാര്യ ഇന്നലെ മരണപ്പെട്ട്. എന്താ പറയുക, മരണപ്പെട്ടെന്ന് പറഞ്ഞാൽ മരണം നമുക്ക് എല്ലാവർക്കും അനിവാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, അതൊരു സത്യമാണ്. പക്ഷേ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ, ഭയങ്കര വിഷമമായിപ്പോയി. ഒന്നുമല്ല, അത്രയും നല്ലൊരു മാമി തന്നെയായിരുന്നു. എന്നെ കുറേ ആളുകൾക്ക് അറിയില്ല കേട്ടോ, എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് അതിനോട് പറയാണ്. എൻ്റെ ഉപ്പാണ് മൂത്ത മോന്. അപ്പോൾ എൻ്റെ ഉപ്പാക്ക് ശേഷം എനിക്ക് 5 ഇച്ചാപ്പന്മാരുണ്ട്. ഞങ്ങളങ്ങനെ കേട്ടോ എനിക്ക് ഇച്ചാപ്പാന്ന്. അപ്പോൾ ഇതിൽ എത്ര 4ാമത്തെ ഇച്ചാപ്പാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ ഇച്ചാപ്പൻ്റെ ഭാര്യയാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഭയങ്കര ഒരുപാട് പവന്മാരുണ്ട്, എന്നാൽ അങ്ങനെയല്ല, ഭയങ്കര കമ്പനിയും എല്ലാവരായിട്ടും പെട്ടെന്ന് മിങ്കിളാകുന്നൊരു ക്യാരക്ടറായിരുന്നു. നല്ല എന്താ പറയുക, അപ്പം അങ്ങനെയൊന്നും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പഠിച്ചവന് വിളിച്ചാൽ പിന്നെ പഠിച്ചവന് നമ്മളെ വിളിച്ചാൽ നമ്മൾ പോയല്ലേ പറ്റൂ. നമ്മുടെ സീനത്ത, പാട്ടുകാരി സീനത്ത ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തിരികെ വരാത്ത യാത്രയാണ്. പിന്നെ എന്താ പറയുക, എല്ലാ തിരക്കും മാറ്റി വെച്ച് നമ്മൾ പോകണമല്ലോ അല്ലേ, എല്ലാവരും ഒരു ദിവസം പോകണം. നമ്മൾ ഇപ്പോൾ ഞാനടക്കം പറയും ടൈമില്ലേനു എന്നാൽ ആ ഒരു ടൈം നമ്മൾ ഉണ്ടാക്കുന്നല്ല, അങ്ങനെ ഒരു ടൈം നമ്മൾ മാറ്റി വെച്ച് ഇസ്രായേൽ വന്നാൽ നമ്മളെ റൂഹ് എടുത്തുകൊണ്ട് പോകുന്നുള്ളത് പ്രപഞ്ച സത്യമാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്ക് പോയവർക്ക് പോയി. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിനും നമ്മുടെ ഓരോ കുടുംബത്തിനും പഠിച്ചോന് ക്ഷമ തരണം. അതാണല്ലോ നമുക്ക് വേണ്ടത്. ഒരുപാട് അനുഭവിച്ചതാണ്. 10, 11, 12 വർഷം ഞങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും അറിയാലോ എൻ്റെ ഉപ്പ മരിച്ചത്. ഇന്നും കണ്ണുനീര് തന്നെയാണ്. അപ്പോൾ പിന്നെ പറയണ്ട, ഉപ്പ ആയാലും ഉമ്മ ആയാലും രണ്ടിലൊരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നികത്താൻ പറ്റൂല. പകരത്തിന് ആര് വന്നാലും ഉമ്മയുപ്പെന്ന് പറഞ്ഞ ബന്ധം അങ്ങനെയാണ്. അത് ഇല്ലാതാവുമ്പോഴുള്ളൂ അതിൻ്റെ വില അറിയാം. പഠിച്ചവൻ ഉമ്മയുള്ളവരും ഉപ്പുള്ളവരും എല്ലാവർക്കും പഠിച്ചവൻ ആയുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതേപോലെ മക്കൾക്കും വല്ലാത്തൊരു വിഷമം തന്നെയാണ്. അത് ആര് മരിച്ചാലും, മക്കളായാലും ഉമ്മയായാലും ഉപ്പയായാലും ആരായാലും സ്നേഹത്തിന് അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പോൾ ഉപ്പ ഉമ്മ മക്കളെന്നൊന്നുമില്ല, നമ്മളൊന്ന് പരിചയപ്പെട്ട് നമ്മളോട് ഒരുപാട് സ്നേഹം കാണിക്കുന്ന വ്യക്തി ഇല്ലാതായിക്കഴിഞ്ഞാൽ വല്ലാത്ത വേദന തന്നെയാണ്. അപ്പോൾ പിന്നെ മരിച്ചാൽ പറയും വേണ്ടല്ലോ. അപ്പോൾ അള്ളാഹു എൻ്റെ ചാപ്പക്കും മക്കൾക്കും എന്താ പറയുക, ക്ഷമ കൊടുക്കട്ടെ അല്ലേ. പിന്നെ എന്താ പറയുക, മാമിൻ്റെ കബറിടോ അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കട്ടെ, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് അതൊന്നല്ല ഞാൻ പറയാൻ വന്നത്. എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ്, തെറ്റ് എൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഞാൻ എൻ്റെതായ ഒരു അഭിപ്രായം പറയട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഒരു വ്യക്തിനെ നന്നായി സംരക്ഷിക്കേണ്ടത്. ഞാൻ എൻ്റെ പേഴ്സണലി കാര്യമായിട്ടാണ് പറയുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നല്ലത് പറയാൻ എല്ലാവർക്കും എളുപ്പം, പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. നമുക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതി, അവൻ നല്ലവരായിരുന്നു, ഇവള് നല്ലവരായിരുന്നു, പിന്നെ അവൾ ഇങ്ങനെ ആയിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ സ്നേഹിക്കാനാണ് പ്രയാസം. സ്നേഹിക്കാൻ നല്ല മനസ്സും കൂടി വേണം കേട്ടോ. ഞാൻ സ്നേഹിക്കാന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രവർത്തിച്ച് കാണിക്കണം. നമ്മൾ ഇപ്പോൾ തന്നെ എൻ്റെ മാമി മരിച്ചല്ലോ, എത്ര ആളാണ് നല്ലത് പറയണേ. അപ്പോൾ അത് ഉണ്ടാക്കി വെക്കണം നമ്മൾ അല്ലേ. നമ്മൾ ഈ ദുനിയാവിൽ എത്ര വർഷമായാലും എത്ര ദിവസമായാലും ജീവിക്കുമ്പോൾ നമ്മൾ നല്ലത് ഉണ്ടാക്കണം. എന്നാലേ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരെ വായുന്നത് കേൾക്കൂ. അല്ലാണ്ട് നമ്മൾ പണം കൊടുത്ത് അത് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലായി കാര്യം പറയാൻ വന്നത് അതല്ല. ഈ മരണപ്പെട്ട് ജീവിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല, ഓരെങ്ങനെ ജീവിക്കുന്നത്, ഓരെങ്ങനെ കഴിയുന്നത്, ഒരവസ്ഥ എന്താ ഒന്നുമില്ല. മരിച്ച് കഴിഞ്ഞാൽ 3, 7, 15 എന്നും പറഞ്ഞ് വന്നിട്ട് നമ്മളങ്ങോട്ട്, ഞാൻ മുജാഹിദല്ല കേട്ടോ, ഒരിക്കലും അല്ല എന്ന് വെച്ച് ഞാൻ സുന്നി ഇതാണെന്നും പറയുന്നില്ല. ഞാൻ എന്താ പറയുക, എൻ്റെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിലും വലുതാരുമില്ല ദുനിയാവിൽ, ആരും വരുമില്ല വന്നിട്ടുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതല്ല, എൻ്റെ ഒരുപാട് അനുഭവം കൊണ്ട് പറയാം. വളരെ പ്രയാസം തോന്നിയ ടൈമിലും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തന്നത് എൻ്റെ റബ്ബാണ്. അപ്പോൾ റബ്ബുണ്ടെങ്കിൽ നമ്മളെന്തിനു ഭയക്കണം? എന്തും ചോദിക്കുക, എന്തും.
അപ്പോൾക്കപ്പോൾ നമുക്ക് ഉത്തരം തരുന്നവനാണ് റബ്ബ്. പിന്നെ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അതിനൊരു ടൈം ഉണ്ടാവും. പഠിച്ച റബ്ബ് അത് മാറ്റി വെച്ചിട്ടുണ്ടാവും. അതിൻ്റേതായ ടൈമിൽ നമുക്ക് പഠിച്ച റബ്ബ് തരും. ഇൻഷാ അല്ലാഹ് അത് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ റബ്ബിൽ എനിക്ക് അത്രത്തോളം വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതല്ല, നമ്മൾ ഈ 7ഉം 3ഉം ഒക്കെ കഴിക്കേണ്ടതല്ല. കഴിച്ചിട്ട് ഈ ഫുഡാണല്ലോ ബിരിയാണി ആയിട്ടും വളരെ ബിരിയാണിയും അങ്ങനെ പല ഐറ്റംസ് ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ ഇങ്ങനെ കഴിക്കുക. അപ്പം ഞാനൊന്നും ഇങ്ങനെ ആലോചിക്കുക, ആ ഖബർക്കെടുക്കുന്ന ആ വ്യക്തി, എൻ്റെ മാമിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, പൊതുവേ അപ്പം ഈ ഖബർക്കെടുക്കുന്ന വ്യക്തി എന്താവും റബ്ബേ, എന്താണ് അവസ്ഥ? നമ്മൾ ഒരാളെ കണ്ട് വിലയിരുത്തിയിട്ട് അവൾ സ്വർഗത്തിലേക്കാണ്, ഇവൻ സ്വർഗത്തിലേക്ക്, അങ്ങനെ ഇല്ല. ഇതെല്ലാം കാണുന്നവൻ റബ്ബ്. റബ്ബ് നമ്മുടെ മുഖ സൗന്ദര്യം അല്ലല്ലോ നോക്കുന്നത്. റബ്ബ് നോക്കുന്നത് എവിടേക്കാണ്? നമ്മുടെ കൽബിലേക്കാണ് അല്ലേ? അപ്പോൾ അത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുറച്ചൊക്കെ എന്നെ അറിയാം, പക്ഷെ എന്നെ പൂർണ്ണമായിട്ട് അറിയുന്നവർ റബ്ബല്ലേ, നിങ്ങളറിയുന്നവനും റബ്ബല്ലേ. അപ്പോൾ ഇന്ന് പലരും 2 മുഖങ്ങളായിട്ടാണ് വരുന്നത് കേട്ടോ. കാരണം എനിക്ക് 2 മുഖമില്ല. സത്യം പറയാം, ഞാൻ നിങ്ങളടുത്ത് പറയുന്ന ആ ക്യാരക്ടർ തന്നെ ഞാൻ ലൈവിലായാലും വീഡിയോസിലായാലും ഞാനിങ്ങനെ എപ്പോഴും എയർ പിടിച്ച് ഇരിക്കുന്ന ആളല്ല. ഞാൻ തമാശയ്ക്ക് തമാശ പറയും, ഞാൻ കളിക്കേണ്ടടുത്ത് കളിക്കും. പിന്നെ എനിക്കിങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെ ശീലിച്ചിട്ടുമില്ല. എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. പിന്നെ മറ്റുള്ളവർ പറയുന്നത് ഓരോ സംസ്കാരം, അത് എനിക്കറിയില്ല. അതായത് ലൈവിൽ വന്നിട്ട് ആളുകൾ പറയുന്ന വാക്കാട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഈ ഖബർ കിടക്കുന്ന വ്യക്തിനൊന്നും ആലോചിക്കാതെ നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ ദുആ. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഉസ്താദുമാരോടൊന്നും എനിക്ക് ദേഷ്യമില്ല. എൻ്റെ വീഡിയോ കണ്ടിട്ട് പഠിച്ചോലെ നിങ്ങൾ എന്നെ ഒരു ഇതാക്കി ചിത്രീകരിക്കരുത്. ഞാൻ പറയുന്നു ദുആക്കെ നല്ലതാണ്, ആരായാലും വേണ്ടിയില്ല. ഒരു ദുആ കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പം എൻ്റെ ഉപ്പ പറയും, എൻ്റെ ഉപ്പ മരണപ്പെട്ട്, പക്ഷെ എൻ്റെ ഉപ്പക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയോളം വരുമോ മറ്റൊരാൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ഏത് സ്ഥലത്തുനിന്നും ഖബർ സിയാറത്തിന് പോകണ്ട, എനിക്ക് ഏത് സ്ഥലത്തുനിന്നും, എനിക്ക് നല്ല അഭിപ്രായം. ഞങ്ങൾ പെൺകുട്ടികളാണ്, എൻ്റെ ഉപ്പക്ക് ആൺകുട്ടികളില്ല. അപ്പോൾ ഏത് സ്ഥലത്തുനിന്നും ഉപ്പാക്ക് വേണ്ടി ഇപ്പോഴും ഇന്ന് തോർന്നും എൻ്റെ ഉപ്പക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, എവിടുന്നായാലും നമ്മൾ ദുആ ചെയ്താൽ റബ്ബ് കേൾക്കും. അത് ഞാനൊന്നല്ല, ഇല്ലായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ വേണ്ടി 3,000 15,000 7,000 നമ്മൾ കണ്ണീരാലെ അള്ളാൻ്റെ അടുത്ത് ദുആ ചെയ്യാം, അതല്ലേ വേണ്ടത്. ഞാൻ എപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ മുജാഹിദായിട്ട് പറയില്ല, എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. റബ്ബേ എന്താവും ഖബർ, എന്തായിരിക്കും ഉപ്പക്ക്, അല്ലെങ്കിൽ പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ കുറേ ആളുകൾ മാറിപ്പോയി, കുറേ ആളുകൾ മാറിയിട്ടുണ്ട്, ആ ചിന്താഗതിയിലേക്ക് ഉണ്ട്. എന്നാൽ ചിലരതല്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല, പോയി. എന്നിട്ട് ഇവിടെ ഉസ്താദ് ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ നമ്മൾ ബിരിയാണി കഴിച്ചിട്ടും നമ്മൾ നമ്മളതായ റൂട്ടിലേക്ക് അങ്ങോട്ട് പോകും. അതല്ല വേണ്ടത്. ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഇതാണ് വേണ്ടത്. നമ്മൾ ഖുർആൻ ഓതുക, നമ്മൾ പ്രാർത്ഥിക്കുക. അത് മറ്റൊരാളെ കാണിക്കാനല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അത് റബ്ബിൻ്റെ മുന്നിൽ മാത്രം. അപ്പം എൻ്റെ നിസ്കാരവും എൻ്റെ നോമ്പും എൻ്റെ പ്രാർത്ഥന ഞാൻ എന്തൊക്കെ റബ്ബിന് കൊടുക്കുന്നുണ്ടോ അത് ഞാൻ യൂട്യൂബിലല്ല പറയേണ്ടത്, അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് അതല്ല, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ നിങ്ങളോടത്ത് പറയുന്നു. നിങ്ങൾക്കത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റേത് 100 ആൾ കാണുകയാണെങ്കിൽ ആ 100 ആൾക്കും 100 അഭിപ്രായമായിരിക്കും. എന്തായാലും നിങ്ങളത് കമൻറ്റ് ചെയ്യണം. കാരണം ഇനി എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണോ, എനിക്ക് തെറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണമല്ലോ. നിങ്ങളെൻ്റെ ഫാമിലിയെന്ന് ഞാൻ വെറുതെ പറയല്ല, നിങ്ങളിലൊരു അംഗമായിട്ട് നിങ്ങളെന്നെ കാണണമെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം. നീ അത് പറഞ്ഞത് ശരിയല്ല, അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, അതാട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇതല്ലേ നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ഇടനിലക്കാരൻ വേണ്ട റബ്ബിൻ്റെ അടുത്തേക്ക്, നേരെ നമുക്ക് പറയാമല്ലോ. അതാണ് ഞാൻ എൻ്റെ ഉദ്ദേശം വന്നത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇന്നലെ ലൈവൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ നമ്മളൊരാളെ കാണിക്കാനുള്ളതല്ലോ ദുആ ചെയ്യുന്നുണ്ട്. എന്തായാലും വീണ്ടും ഞാൻ പറയുന്നു, പഠിച്ച റബ്ബ് നമുക്കുള്ള കാലം എല്ലാവർക്കും നല്ലത് പറയിപ്പിക്കാൻ തന്നെ, നല്ലത് ചെയ്യാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല. ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.
പിന്നെ മറക്കണ്ട എൻ്റെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. കാരണം അറിയാലോ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ വീണ്ടും തിരുത്തുന്നു, എനിക്ക് വേറെ ഒന്നുമല്ല, എൻ്റെ ചാനലൊന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് സപ്പോർട്ടെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ്.